മേഡം, ഇയാൾ ഒരു ചതിയനാണ്. ഈ മൊമോസിൽ ഇയാൾ ലപാലപ്പ മസാല ചേർത്തിട്ടുണ്ട്. അതെ, ആ ചട്നി ഒന്ന് പാസ് ചെയ്തേ. കന്നാ സാറിന്റെ കവിത നമ്മൾ കേൾക്കാത്ത പോലെയാ. നമ്മുടെ വാക്കിപ്പോ കന്നാ സാർ കേൾക്കാത്തത്. സോർദാറും പോപ്പട്ടും മൊമോസ് കഴിക്കാതെ നോക്ക് ഹണി. അയ്യോ, മൊമോസ് മൊമോസ് മൊമോസ്. അയ്യോ, എന്റെ വയറ്റിൽ തൃശ്ശൂർ പൂരം നടക്കുന്നേ. ഇനി ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മൊമോസ് കഴിക്കില്ല. അയ്യോ, സംശയമുണ്ടോ? മൊമോസിന്റെ ക്രേവിങ്സ് ഒക്കെ നിന്നെന്നാ തോന്നുന്നത്. അതെ, ക്രേവിങ്സ്. ആ മമ്മിയ മമ്മൂസിൽ ലപാലപ്പ് മസാലയാണ് ചേർത്തിരിക്കുന്നത്. ആ കാരണം കൊണ്ടാണ് ഇത്ര ശക്തമായ ക്രേവിങ്സ് ഉണ്ടായിരിക്കുന്നത്. എവിടെ? ഇത്രയധികം ഡിപ്പികളോ? ഇത്രയധികം ഡിപ്പികൾ വിൽക്കുകയാണെങ്കിൽ നമുക്കൊരു നാട് തന്നെ വാങ്ങാൻ കഴിയും. എന്നാ വാ, അയാളെ തെറ്റിപ്പോയി അയാളെ കൊണ്ട് തന്നെ നമുക്ക് ആ മസാല തീറ്റിക്കാം. ഉറപ്പായും തീറ്റിക്കണം. എന്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു. കൊച്ചലിയ, നീ ഒരു വിരുദ്ധം തന്നെയാ. നിന്നെ സമ്മതിക്കണം. അതെന്താ? നീ മോളി പോയിട്ട് സ്റ്റാറും കൊണ്ടാണല്ലോ വന്നത്. എവിടെയാ സ്റ്റാർ? താൻ നിന്റെ തൊട്ടടുത്ത് കണ്ടില്ലേ? അതായത് ഈ ഞാൻ. സോർദാറെ, ഇതെന്റെ കാർട്ടൂൺ കാണാനുള്ള സമയം. നീ വേണമെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാ TV കൊണ്ടുപോയിക്കോ. എടാ കഴുതേ, ഈ TV എങ്ങോട്ടാ ആദ്യം കൊണ്ടുപോകുന്നെന്ന് ചോദിക്കേ. നീ TV കൊണ്ട് എങ്ങോട്ടാ പോകുന്നത് സോർദാറെ? 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊണ്ടുപോയാ പോരെ നിനക്ക്? സോർദാറെ, ഇവിടെ എന്തൊക്കെയായി സംഭവിക്കുന്നേ? പുതിയ കട തുറന്നിട്ടുണ്ട്. മമ്മിയാ മൊമ്മോ. അവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൊമ്മോതാണ് തരുന്നത്. ടേസ്റ്റിയുള്ള മൊമോസ് ആണെങ്കിലേ അത് വീട്ടിലിരുന്ന് TV കണ്ട് കഴിച്ചൂടെ നിനക്ക്? ഈ TV അവിടെ വിറ്റിയത് കാണാൻ പോവാണോ നീ? ഇല്ല, അദ്ദേഹത്തിന്റെ മൊമ്മോത് കഴിച്ച് കഴിച്ച് കയ്യിലെ കാശ് മുഴുവൻ തീർന്നു പോയി. അതുകൊണ്ടാണ് TV കൊടുത്ത് മൊമ്മോത് കഴിക്കാൻ പോകുന്നത്. നിനക്കെന്താ വട്ടു പിടിച്ചോ? ഇല്ല, സത്യത്തിൽ ആ മൊമോസ് ഭയങ്കര ടേസ്റ്റിയാണ്. തോത്താറാം അവന്റെ ജിം എക്സ്ചേഞ്ച് ചെയ്ത് 2 മൊമോസ് ആണ് വാങ്ങി കഴിച്ചത്. ഇവനാണെങ്കിൽ ആകെ TV മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ. കൂട്ടുകാരെ, നിങ്ങൾ രണ്ടുപേരും മൊമോസ് കഴിക്കാൻ വേണ്ടി വന്നതാണോ? ഇതാണ് മാമി അങ്കിൾ. ഇദ്ദേഹമാണ് ലോകത്തെ ഏറ്റവും നല്ല മൊമോസ് ഉണ്ടാക്കുന്നത്. ഇയാള് പറയുന്നത് കള്ളമാണ്. ഫോൺ വെച്ച് കഴിഞ്ഞാൽ പോലും ഇയാള് പറയുന്നത് നിർത്തുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ എന്താ നല്ല മൊമോസ് ഉണ്ടാക്കാത്തത്? ഞങ്ങൾ വളരെ നല്ല മമ്മൂസാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങളുടെ കടയിൽ എന്താ ഇത്രയും തിരക്ക് കുറഞ്ഞിരിക്കുന്നത്? അതിന് അവരൊരു ഗ്യാങ് ആണ്. 2 പേരാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അവരുടെ കച്ചവടം പൊടി പൊടിക്കുകയാണ്. മാത്രമല്ല, അയാൾ വലിയൊരു തട്ടിപ്പുകാരനാണ്. എന്തോ ഒരു കുഴപ്പമുണ്ട്. അതറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. നിങ്ങൾ എന്റെ കൂടെ വരൂ. മൊമോസിൽ ലപ്പോലസ് മസാല കൂട്ടിയിടൂ. ജനങ്ങൾ എന്റെ മൊമോസ് കഴിച്ചാകെ മയങ്ങിയിരിക്കുകയാണ്. അവരുടെ നാവ് തരിക്കുകയാണ്. ഈ മൊമോസ് വീണ്ടും വീണ്ടും കഴിക്കാൻ വേണ്ടി അവർ എന്തും തരാൻ തയ്യാറാണ്. അത് ശരി. അപ്പൊ ലപാലപ്പ് മസാല ചേർത്ത് നിങ്ങൾ ജനങ്ങളെ വലയിലാക്കുവാണല്ലേ? ജനങ്ങളുടെ ആരോഗ്യം കളഞ്ഞ് ബാക്കിയുള്ള കച്ചവടക്കാരെ ചതിക്കുകയാണ് നിങ്ങളല്ലേ? ഇന്ന് ഈ ബണ്ണി നിങ്ങളുടെ കള്ളി വെളിച്ചത്താക്കി. നിന്റെ ഈ പാർട്ടി വളരെയധികം ഗംഭീരമായിട്ടുണ്ടല്ലോ. വന്നതിന് നന്ദിയുണ്ട് ഗൈസ്. വാവ്, ഇത്രയധികം കേക്കുകളോ? ആഹാ, പൈനാപ്പിൾ ഷേപ്പിലുള്ള കേക്ക്, വലിയ നാരങ്ങയുടെ ഷേപ്പിലുള്ള കേക്ക്, അടിച്ചു പൊളിച്ചു തിമിർത്തു.
ഇവിടെ മുളകിന്റെ ഷേപ്പിലുള്ള കേക്ക് ഉണ്ടല്ലോ, കൊള്ളാം. പോപ്പട്ടെ, നേരത്തെ നീ എരിവുള്ള മുളക് മാത്രമേ കഴിച്ചിരുന്നത്. ഇതിപ്പോ മധുരമുള്ള മുളക് കഴിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുന്നത്. അത് വെറുതെ കളയണ്ട. ആഹാ, ശരിയാ നീ പറഞ്ഞത്. നിനക്കിപ്പോ എന്നോട് ഇത്രയും സ്നേഹം തോന്നിയല്ലോ. അയ്യപ്പ, എനിക്ക് നിന്നോട് ഇത്ര നാൾ സ്നേഹം ഉണ്ടായിരുന്നില്ലേ? സോറി, ഞാൻ വിചാരിച്ചത് സ്നേഹം ഉണ്ടായിരുന്നെന്നാ. അയ്യോ, അയ്യോ, എന്താ പറ്റിയത്? കൂട്ടുകാരെ, ഞാനിവിടെ മുളകിന്റെ ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടായിരുന്നോ? അതെവിടെ പോയെന്ന് ഞാൻ പറഞ്ഞുതരാം. നിക്ക്. എന്നാ പിടിച്ചോ. ഇതെന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? കെറ്റിയവളുടെ പാർട്ടിയിൽ ഇൻസ്പെക്ടർ പാണ്ഡ, നന്ദു, പിന്നെ ഹണിബണിയും വിളിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ എന്നെ മാത്രം വിളിച്ചില്ല. ഹലോ, എന്റെ എല്ലാ ഫാൻസിനും ഹലോ. ഞാൻ എത്ര ലക്കിയാണ്. കിറ്റി ഇന്ന് അവളുടെ വീട്ടിലെ പാർട്ടിക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ പാർട്ടിയിലേക്ക് കിറ്റി അവളുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ പാർട്ടിയിൽ ചിലപ്പോൾ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ പാർട്ടിയുടെ ചെറിയൊരു ട്രെയിലർ കാണിച്ചു തരാം. എന്താ നോക്കൂ. നിങ്ങൾ കണ്ടില്ലേ, എന്തൊരു അടിപൊളി പാർട്ടിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ സോഫയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ പാർട്ടിയുടെ വീഡിയോ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെടും. നിങ്ങളെ ഞാൻ കൂടുതൽ വീഡിയോസ് കാണിക്കാം. ആരാണോ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ കമന്റ് ഇടുന്നത് അവർക്ക് ഇത് സമ്മാനമായിട്ട് കിട്ടും. കാരണം നിങ്ങൾക്ക് കരച്ചിൽ വരുന്നുണ്ടാവുമല്ലോ അല്ലേ? കാര്യം നിങ്ങൾക്ക് ഈ പാർട്ടി മിസ്സായി പോയില്ലേ? ആരാണ് നിങ്ങൾ? ഞങ്ങൾ എന്താണ് മിണ്ടാത്തത്? ആരാ നിങ്ങൾ? പറയൂ, പറഞ്ഞോളൂ, പറയ്യ. അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. എന്താ ഇങ്ങനെ അധിക നേരം മൗനം പാലിക്കാൻ പറ്റില്ല. കടക്കാരൻ വാണ്ട്സ് ടു നോ. സത്യത്തിൽ ആരാണ് നിങ്ങൾ? ഞങ്ങളിവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വന്നതാണ്. ഹായ് കൂട്ടുകാരാ, ഞങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അതെ, നിങ്ങളുടെ മൊബൈൽസിനെ കുറിച്ച് ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അത് എന്തുകൊണ്ടാണ് പറയാഞ്ഞത്? ലോകം വാണ്ട്സ് നോ. കാരണം ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു, അതുകൊണ്ട് അറിഞ്ഞില്ല. ആരും ഞങ്ങളോട് ഇത് പറഞ്ഞതും ഇല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തെ 200 കോടി ജനങ്ങൾക്ക് വേണ്ടി ആകെ മൊത്തം 2 മോമോസ് വേണ്ടി വരും. അതെന്തുകൊണ്ടാണ് ആകെ 2 മോമോസ് മാത്രം? ചോദിക്കുകയാണ് ഇന്ത്യ. പറയൂ, പറഞ്ഞോളൂ, പറയ്യ. ഞങ്ങൾ കോടിക്കണക്കിന് മൊമോസ് ഓർഡർ ചെയ്തേനെ. പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ ആളുകൾക്ക് ആ മൊമോസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതെല്ലാം വേസ്റ്റ് ആയി പോവില്ലേ? അതുകൊണ്ടാണ്. കോടിക്കണക്കിന് മൊമോ. ഇത്രയുള്ള കാര്യം. അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ശരിയാക്കി തരാം. ഇതെന്താണ് മിസ്റ്റർ മാമിയ? ഇതാണ് ലെബാനസ് മസാല. ഇത് മൊമോസിൽ ചേർത്ത് കഴിഞ്ഞാൽ, ഇത് ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് കുതിര തന്റെ വാലും ആന തന്റെ കൊമ്പും കൃഷിക്കാർ അവരുടെ കലപ്പ പോലും നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് പോകും. എനിക്കറിയണം. എന്ത്? എന്താണ് ഇത്? എന്തിനാണ് എന്നെ അടിക്കുന്നത്? പറയൂ, പറഞ്ഞോളി, പറയ്യ. എടാ, അയാൾ രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെടാൻ അനുവദിച്ചൂടാ. വാ, പോവാം. വഴിയിൽ നിന്ന് മാറ്, വേഗം വഴിയിൽ നിന്ന് മാറ്. എനിക്ക് വഴി വേണം. വഴിമാറ്, വഴിമാറ്. മറ്റുള്ളവരെ മൊമോസ് കഴിപ്പിക്കാൻ തനിക്ക് ഭയങ്കര ആഗ്രഹമല്ലേ? തനിക്കുള്ള പണി ഞാനിപ്പോ തരാം. പോപ്പട്ടെ, നമുക്ക് ലുഡോ കളിക്കാം. ഇല്ലില്ല, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യത്തിന്റെ ഭാഗമായിട്ട് ഉറങ്ങിയേ പറ്റൂ. ഹണി, വാ, നമുക്ക് അന്താക്ഷരി കളിക്കാം. കളിക്കല്ലോ, 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 കളിക്കല്ലോ. ഇന്ന് എനിക്ക് മ്യൂസിക് കേൾക്കാനുള്ള മൂടാ ഉള്ളത്.
അയ്യോ. മതിയാക്ക്, ആരെങ്കിലും ഒന്ന് കളിക്കാൻ വാ. ഹണി ബണ്ണി സോർദാർ പിന്നെ പോപ്പറ്റ് ഇവിടെയാണോ താമസിക്കുന്നത്? അതെ അതെ, ഇവിടെ തന്നെ താമസിക്കുന്നത്. ഞാനാ ഹണി. നിങ്ങൾക്കൊരു ലെറ്റർ വന്നിട്ടുണ്ട്. കൂട്ടുകാരനാ, ഞാൻ വരാനേ അല്പം വൈകിപ്പോയി, അതുകൊണ്ടാ. സാർ നിങ്ങളുടെ പേരെന്താണെന്ന് പറയൂ. സണ്ണി. അയ്യോ സോറി സാർ, നിങ്ങളുടെ പേര് ഈ ലിസ്റ്റിൽ കാണുന്നില്ല. ക്ഷമിക്കൂ സാർ. ചേടാ, അവന്മാരകത്ത് പോയി അടിച്ച് പൊളിക്കുകയായിരിക്കും. എങ്ങനെയാ ഇതിന്റെ അകത്തേക്കൊന്ന് കേറുക? ഐഡിയ. ഈ ഗാർഡ് എന്തായാലും എന്നെ കണ്ടു, പക്ഷെ ഈ സണ്ണിയുടെ സൂത്രങ്ങളൊന്നും അയാൾക്കറിയില്ലല്ലോ. അമ്മച്ചി, ഞാൻ വീണ്ടും അഴുക്കായല്ലോ. നമ്മൾ വന്നിരിക്കുന്നത് ഇറാഖിൽ നിന്നാണ്. നമ്മൾക്ക് ആവശ്യം റെസ്റ്റ് എടുക്കാനുള്ള ഒരു സ്ഥലമാണ്. മനസ്സിലായോ? ഒരു പ്രാവശ്യം പറഞ്ഞാൽ തനിക്കെന്താ മനസ്സിലാവില്ലേ? പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും വന്ന് ശല്യപ്പെടുത്തുന്നേ? അകത്ത് വരാൻ വേണ്ടി നീ എന്തിനാ മറ്റുള്ളവരെ കൂടി വെറുതെ ശല്യപ്പെടുത്തിയത്? മര്യാദക്ക് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ കൂട്ടുമായിരുന്നല്ലോ. നിങ്ങള് എന്റെ കൂടെ കൂട്ടിക്കൊണ്ട് വരുമായിരുന്നോ? അതേടാ കഴുതേ. കഴുത ഞാനാണ്, ഞാൻ മാത്രമാണ്. ഇവൻ ഞങ്ങളുടെ ഫ്രണ്ടാണ്. ചേട്ടൻ പോയിക്കോ. പക്ഷെ സാർ, ഇവനുകൾ ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യവുമില്ല. ഇവൻ ആരെയും ശല്യപ്പെടുത്തുകയും ഇല്ല. അത് പറയാൻ നീ ആരാടാ? നീ ഞങ്ങളുടെ കാടിൽ വന്നിട്ട് ഞങ്ങളെ ശല്യം ചെയ്യാൻ നോക്കുവാണോടാ? കാട് നിങ്ങളുടെതാണെങ്കിലേ ഞാൻ എന്ത് ചെയ്യാനാ? ഞാനാണ് അടിച്ചു പൊളിക്കുന്നത്. അതുകൊണ്ട് എന്റെ പാട്ട് വിട്ടേക്കേ. DC ക്ലബിൽ സണ്ണി ഇങ്ങനെ ഒന്ന് അടിച്ചു വിളിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കൂട്ടുകാരെ. കൊള്ളാം. നല്ല രസമുണ്ടല്ലേ? നീ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തത് നന്നായി സോർദാറേ. സംശയമുണ്ടോ? നിങ്ങൾ പേടിക്കണ്ട, ഇതിനിപ്പോ ഞാൻ പിടിച്ചു തരാം. ഇത്തവണ ഞാൻ എളുപ്പത്തിൽ അകത്ത് കയറി പറ്റും. എന്തായാലും ആ ഗാർഡ് ഇവിടെ എങ്ങും ഇല്ല. ഇപ്രാവശ്യം ഞാൻ സംസാരിക്കുകയുമില്ല. ഹണി, ആ വണ്ടിനെ കുറച്ച് അകത്തി പിടിച്ചേ. ഓ അത് ശരി. അപ്പൊ ഇത് വെറും ഒരു എട്ടുകാലി അല്ല, നമ്മുടെ സണ്ണിയുടെ ചാരനായിരുന്നല്ലേ? സംശയമുണ്ടോ? എടാ, ഈ ആവശ്യമില്ലാതെ വെറുതെ ഞങ്ങളെ ശല്യം ചെയ്യാ. മുകളിലൂടെ 8 കാലിയെ താഴെ ഇറക്കി ഞങ്ങളുടെ ഗസ്റ്റുകൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിരിക്കാണ്. ഹായ്, DC ക്ലബിൽ DC ക്ലബിൽ membership ഓ? അടിപൊളി. ഇത് നമുക്ക് എന്തായാലും ഒന്ന് ആഘോഷിക്കണം. പക്ഷെ ഈ DC ക്ലബ് എന്ന് വെച്ചാൽ എന്താണ്? DC ക്ലബ് എന്ന് വെച്ചാ ഡോഗ്സ് ആൻഡ് കാറ്റ് എന്നാണ് ഹണി അർത്ഥം. ഞാൻ അറിഞ്ഞിടത്തോളം DC ക്ലബിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗെയിംസ് ഉണ്ട്, പിന്നെ കഴിക്കാൻ ഒരുപാട് കിട്ടും. ഏകദേശം ഒരു 5 സ്റ്റാർ ഫെസിലിറ്റി ആണെന്ന് പറയാം. പക്ഷെ നമുക്ക് എങ്ങനെ ഇത് കിട്ടിയത്? കുറച്ചു മുമ്പ് പോസ്റ്റ്മാനിലെ കൊണ്ടുവന്ന് തന്നത്. ഈ കൊച്ചളിനൊരു മണ്ടൻ തന്നെ. ഞാൻ 5 മാസം മുമ്പാണ് ഈ ഫോം പൂരിപ്പിച്ച് കൊടുത്തത്. പക്ഷേ ഈ സമ്മാനം നമുക്ക് തന്നെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ കാർഡ് ഉപയോഗിച്ച് 5 പേർക്ക് എപ്പോ വേണമെങ്കിലും അതിനകത്ത് കയറി ചെല്ലാം. നിനക്കൊരു അനിയനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ പോകട്ടെ. നീ എന്താ അങ്ങനെ പറഞ്ഞേ? അങ്ങനെയായിരുന്നെങ്കിൽ നമ്മൾ 5 പേരായിരുന്നേനല്ലേ. ഇതിപ്പോ നമ്മൾ 4 പേരല്ലേ ഉള്ളൂ. പക്ഷെ കാർഡിൽ പറഞ്ഞിരിക്കുന്ന 5 പേരല്ലേ ഉള്ളൂ. എടാ, 5 പേരുണ്ടെങ്കിലല്ല, 4 പേരുണ്ടെങ്കിലും അതിനകത്ത് കയറാൻ കഴിയും. മനസ്സിലായി നിനക്ക്? ഞാൻ കിങ് ഫിഷറിന്റെ മുതലാളിയാണ് സംസാരിക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ കലണ്ടർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു 13 മാസം ഇട്ടേക്ക്. ആവശ്യമില്ലാത്ത ചോദ്യം വേണ്ട. നിങ്ങൾക്ക് പണം എത്രയാണെന്ന് പറഞ്ഞാൽ മതി. ഈ കടലിന്റെ നടുക്കുള്ള വെള്ളം നല്ല ചൂടായിട്ട് വേണം. ഞാനിപ്പോ തന്നെ ബീച്ചിലേക്ക് വരാൻ പോവാണ്. എടോ, തന്നോടല്ലേ നേരത്തെ പറഞ്ഞത് അകത്തേക്ക് പോകാൻ പറ്റില്ല. തിരിച്ചു പോ.
നാശം. ഞാൻ ഏത് വശത്ത് പോയാലും ഇയാളെന്നെ ഈസി ആയിട്ട് കണ്ടുപിടിക്കുകയാണല്ലോ. വലിയ ബുദ്ധിമാനാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്തേ പറ്റൂ. പച്ചക്കറി വേണോ? പച്ചക്കറി നല്ല ഒന്നാന്തരം പച്ചക്കറി. എന്താ ചേട്ടാ, ക്ലബിലേക്ക് നല്ല പച്ചക്കറി വന്നിട്ടുണ്ടേ. എടാ കള്ളപ്പൂച്ച, ഒരു തവണ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? നിന്നെ അകത്തേക്ക് വിടുന്ന പ്രശ്നമേ ഇല്ല. മതിയാക്കണോ? ഞാൻ അകത്തേക്ക് പോകുന്നില്ല. താൻ എങ്ങനെയാണ് എന്നെ ഇത്ര കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നത്? അതൊന്ന് പറയേ. എടാ നീ ഏതൊക്കെ വേഷത്തിൽ വന്നാലും ശരി, നിന്റെ ആ വൃത്തിയായിട്ട് ശബ്ദത്തിന് ഒരു മാറ്റവും ഞാൻ കാണുന്നില്ലല്ലോ. മനസ്സിലായോ? ഓ അത് ശരി. എന്നാ പിന്നെ ഇനി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. അകത്ത് പോകാൻ പറ്റില്ലെങ്കിൽ എന്താ? എനിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ അറിഞ്ഞേ പറ്റൂ. ഇവന്മാരകത്ത് പോയി എന്ത് ചെയ്യണമെന്ന് അറിയണമല്ലോ.